അതായത് നിങ്ങൾ ജനത്തിന് രണ്ടായിട്ടാണ് തിരിക്കണത്. എന്താണ്? 9:41 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ. രണ്ട് ജനങ്ങളാ ഉള്ളത്. എന്താണ്? ക്രിസ്തുവിനുള്ളവരും ക്രിസ്തുവിനില്ലാത്തവരും. ക്രിസ്തുവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ നാമത്തിൽ. ക്രിസ്തുവിനുള്ളവരെന്ത് ചെയ്യും? അവന്റെ നാമത്തിൽ കൊടുക്കും. അല്ലാത്തവർ അവിടെ പ്രസ്ഥാനത്തിന്റെ നാമത്തിലാവും. അതാണ് വിഷയം. ഇപ്പം എന്തുമാത്രം സാമൂഹിക സംഘടനകളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യ നന്മയായിട്ട്. അതിലാണ്. പക്ഷെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്, ക്രിസ്തുവിൻ്റെ പേരിലല്ല. ക്രിസ്തുവിൻ്റെ പേരിൽ നിത്യതയുമായ ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിത്യതയുമായിട്ടുള്ള വിഷയമാണ്. നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണത്. അതാണ് അവൻ്റെ നാമത്തിൽ. നിങ്ങൾ ഇതിൻ്റെ വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ എടുക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഞങ്ങൾ ചുമ്മാ ഇപ്പം ഈ വയനാട് ദുരന്തത്തിൽ കൊടുത്ത മുഴുവൻ ഉടുപ്പുകളില്ലേ, അതുപോലെ പയർ, അരി എല്ലാം അടിയന്തരമായിട്ട് ഞങ്ങൾ എത്തിച്ചില്ല അവിടെ. അതെല്ലാം എന്താണ്? ഒറ്റ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞു നേരത്തെ. ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5000-ഓളം ചുരിദാർ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഉടുപ്പ്, സാരി എല്ലാം. ഏത് സമയത്താണെന്നല്ല കലാമിറ്റി വേണ്ട, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഉടുതുണി പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നതല്ല, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരു കലാമിറ്റിയെ നേരിടാനുള്ള സംഭവം കൃപാസനത്തിൽ എപ്പോഴും ഉണ്ടാകും. എന്താ കാര്യം? അത് നമ്മളെ കൊണ്ടേ കൊടുക്കണം. മാത്രമല്ല, ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു രസം ഉണ്ടായി. ക്യാൻസർ 4ാം സ്റ്റേജാണ്. അവർ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ, അവർക്ക് വേണ്ട ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കൊടുക്കാം രോഗികൾക്ക്, പിന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ അരിയും കറിയും ഉണ്ടാക്കി, ചോറും കറിയും ഉണ്ടാക്കി അത് ചുമന്നുകൊണ്ട് പോയി അവർ ആശുപത്രിയിൽ കൊടുത്തു. എന്താണ്? അവർ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവർ കൊടുക്കണ ക്രിസ്തുവിൻ്റെ നാമത്തിലാകും. ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് എന്ത് സാമൂഹിക പ്രവർത്തനം ചെയ്യാം. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാനവീയ പ്രവർത്തനം മാത്രമേ ആകത്തുള്ളൂ. അത് സുവിശേഷ പ്രവർത്തനം ആകത്തില്ല. കൃപാസനം ചെയ്യണത് എന്താണ്? സുവിശേഷ പ്രവർത്തനമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും, അവരെന്ത് ജാതി ആയാലും ശരി, അവരെ ന്യായസാരപ്പെടുത്തി മതം മാറ്റുകയല്ല, മറിച്ച് അവിടെ മനസ്സ് മാറ്റിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കും.